നാടനോ അതോ മറ്റോനോ? മറ്റോ മതി. സ്കൂളിലെന്താ ഇന്ന് പ്രത്യേകിച്ച്? ഒന്നുമില്ല, ക്ലാസ് ടീച്ചറിനെ ക്ലാസ്സിൽ കയറ്റില്ലെന്ന് പറഞ്ഞു. രണ്ടിനൊന്നും അറിയണമല്ലോ അല്ലേ? പിന്നെ എല്ലാത്തിനും കുത്തും ഞാൻ, നേരത്തെ കുത്തും ഞാൻ. ധൈര്യം ഉണ്ടാക്കി ഇറങ്ങി വാടാ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ. ഇന്നത്തെ കണക്കൊന്ന് പറഞ്ഞാട്ടെ. വീണ്ടും താമരശ്ശേരിക്ക് സമീപത്ത് ചമലിൽ മയക്കുമരുന്ന് ലഹരിയിൽ ജ്യേഷ്ഠൻ അനുജന്റെ തലയ്ക്ക് വെട്ടിയെന്ന വാർത്ത വരികയാണ്. ഇതിപ്പോ കോളേജ് പിള്ളേരൊക്കെ കൊട്ടേഷൻ പിടിക്കാൻ തുടങ്ങിയ കൂടിക്കട്ടെ. കോളേജ് പിള്ളേരല്ല, സ്കൂൾ പിള്ളേരാ. LP UP. കൊലപാതകത്തിൽ കുറഞ്ഞ യാതൊരു ബിസിനസ്സും ഇവിടെ ഇല്ല. അതെ, പുതിയ തലമുറ. നല്ല രണ്ടടി കൊടുക്ക്. നമുക്ക് തല്ലിയാണ് തീർക്കാന്നേ. നിങ്ങളൊരു ബസ്സിലാളർക്ക് ഞാൻ ട്രെയിനിലിറക്കാൻ പറ്റുന്നോട്ടെ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ തോമസേ, നമുക്ക് നോക്കാം. കാണാം. അക്കാലം അത്രയും പ്രവാസിയായി കഷ്ടപ്പെട്ട് നാട്ടിലെത്തി കൂലിപ്പണി ചെയ്ത് കുടുംബം പോറ്റുന്ന പിതാവിന് കുഞ്ഞനിയന്മാർക്ക് തണലാവേണ്ട ഒരു വീടിന്റെ പ്രതീക്ഷയാണ് ഒരു കൂട്ടം ക്രിമിനലുകൾ തലയോട്ടി തകർത്ത് ഇല്ലാതാക്കി കളഞ്ഞത്. ഞാനൊരു കാര്യം പറഞ്ഞു, ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവന്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. പോയപ്പോ പാവപ്പെട്ടവും പോയി. ഇവനെ വല്ല മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? ആ കൊച്ചിന്റെ അവസ്ഥ ഒന്ന് കാണണം. ഈ കേരളത്തിന്റെ ശ്വാസവായുവിൽ ആഞ്ഞു വരക്കുന്ന മനുഷ്യച്ചോരയുടെ തീവ്ര ഗന്ധം, കേട്ടാൽ മരച്ചുപോകുന്ന ബ്രൂട്ടൽ ക്രൈമുകൾ. പ്ലാന്റ് മർഡറിന് ശിക്ഷ എന്താണെന്നറിയാമോ? തൂക്കിക്കൊല്ലുക. ഈ നാട്ടിലെ 90% കൂട്ടത്തല്ലുകളും കൊലകളും പ്ലാന്റ് ആണ്. അതിലൊക്കെ പ്രതികളെ ശിക്ഷിക്കാൻ ഈ നാട്ടിലെ നിയമത്തിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ തൂക്കുമരങ്ങൾ തികയില്ലായിരുന്നു. 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ മരണം തുടർച്ചയായി ഞെട്ടിക്കൊണ്ടിരിക്കുന്ന കേരളത്തെ വീണ്ടും ഞെട്ടിച്ചു. 1.5 വർഷം മുമ്പ് പാലക്കാട് തൃത്താലയിൽ ഉറ്റ സുഹൃത്തുക്കളായ 2 പേരെ യുവാവ് കൊന്നു തള്ളിയത് ലഹരിപ്പുറത്തെ തർക്കത്തിനൊടുവിലായിരുന്നു. ചമലിൽ മയക്കുമരുന്ന് ലഹരിയിൽ ചേട്ടൻ അനുജന്റെ തലയ്ക്ക് വെട്ടിയ ഒരു സംഭവം കൂടി. അംബേദ്കർ കോളനിയിൽ താമസിക്കുന്ന അഭിനന്ദന്റെ തലയ്ക്ക് വെട്ടേറ്റി. ഇനി ഒരിക്കലും കേരളം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞ വിവേകാനന്ദനെ ഞാൻ വെല്ലുവിളിക്കുകയില്ല. ഒരു രക്ഷയുമില്ല ഇവിടെ. സ്ത്രീപീഡനം, കൊള്ള, കൊല, തട്ടിക്കൊണ്ടുപോകൽ. കേരളത്തിലെ പിള്ളേരുടെ സ്വഭാവമൊക്കെ മാറിപ്പോയി ഒരുപാട്. നീ പറഞ്ഞ സത്യം, ഇവന്മാരൊക്കെ ക്രിമിനൽ മൈൻഡാ. പേടിയാണ്. ആ ലഹരിയിൽ അവൻ എന്നെ കാണുന്ന അമ്മയെ പോലെയല്ല. ആവർത്തിക്കുന്ന അന്തക മക്കളുടെ വാർത്ത കേട്ട് അയ്യോ എന്റെ കേരളമേ എന്ന് വ്യാജമായി പരിതപിക്കല്ലേ. അമ്മയെ സഹോദരിയെ കണ്ടാൽ തിരിച്ചറിയാത്തവണ്ണം രണ്ടാമത് ആലോചിക്കാതെ മാതാവിന്റെ കഴുത്തറക്കാനും മാത്രം തലച്ചോറിൽ തിമിരം ബാധിച്ച തലമുറ പിഴച്ചു പോകുന്ന കാര്യം ഇന്നു രാവിലെ നമുക്കുണ്ടായ തിരിച്ചറിവല്ല. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് കയ്യെത്തും ദൂരത്താണ് ഈ കാളകൂട മരുന്നുകൾ എന്ന് പകൽ പോലെ വ്യക്തമായിട്ടും ആ വിഷ്യസ് സർക്കിളിൽ മരണത്തിന്റെ വ്യാപാരികളെ പൂട്ടാൻ ഭരണകൂടം സ്വീകരിച്ച നടപടി എന്താണ്? വർഷം 3 മുന്നെയാണ് ഒരുമിച്ച് പോരാടാം എന്ന് നാടിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് എന്തെങ്കിലുമായോ പോരാട്ടം? ബോധവൽക്കരണം, വിമുക്തി എന്നൊക്കെ പറഞ്ഞ് കാലഹരണപ്പെട്ട ആയുധങ്ങളും പിടിച്ചാണ് ആ പോരാട്ടമെങ്കിൽ കാത്തിരിക്കണം. എപ്പോൾ വേണമെങ്കിലും പള്ളക്ക് കയറാവുന്ന ഒരു കത്തി തലയിൽ കൈവച്ച് ഇനിയും കാണാം ബോധം നഷ്ടപ്പെട്ട് പേയിളകിയവരുടെ ബ്രൂട്ടൽ നരഹത്യകൾ. കൗമാരമെത്തും മുന്നേ അടിപ്പെട്ട് ദ്രവിച്ചില്ലാതാകുന്ന ഇളം പ്രായത്തിന്റെ കൂട്ടക്കുഴിമാടങ്ങൾ. എന്തെങ്കിലുമൊക്കെ കെൽപ്പോടെ ചെയ്യണം സർക്കാർ. എന്നിട്ടാകാം ഇലപ്പുള്ളിയിൽ വെള്ളമൂറ്റി ലഹരി ഉണ്ടാക്കാൻ കള്ളുകച്ചവടക്കാരന് പരവതാൻ. കേരളത്തിലെ യുവാക്കളുടെ ഞരമ്പുകളിലൂടെ ഒഴുകാൻ പോകുന്നത് കേട്ടുകേൾവി പോലുമില്ലാത്ത ലഹരി മരുന്നുകളായിരിക്കും. 2025 നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല വർഷമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.